വെള്ളം കുടിക്കാതെ കാര്യം പറ. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റായ ചോർലേറ്റ് ലേക്ക് ഇങ്ങോട്ട് ലോട്ട് പോയിന്റ്, ചിലിയ പോയിന്റ്, സാർനാഥ് ടെമ്പിൾ ഇതെല്ലാം വളരെ ഫേമസ് ആണ്. സാർനാഥ് ടെമ്പിളിനെ പറ്റി മെൻഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ സാധനം അറിയാതെ? ഇതാണ് ഇവിടത്തേക്ക് ലോഡ് കൊണ്ടുവന്ന കംപ്ലീറ്റ് കൈവണ്ടി. നമ്മുടെ കൈവണ്ടി അല്ലേ? അപ്പോൾ ഈ വഴി എന്ത് ഭംഗിയടാ. അവിടെ ഒരു മരം കിടക്ക നോക്കിയേ. ആക്ച്വലി നടന്ന് കുഴഞ്ഞു. രാവിലെ തൊട്ട് പട്ടിണിയാണ്. രാവിലെ നമ്മൾ ഏത്തപ്പഴമൊക്കെ കഴിച്ചുകൊണ്ട് തുടങ്ങിയ നടത്തമാണ് അല്ലേ? ഏകദേശം 3-4 മണിക്കൂർ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. വിശന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലേക്കുണ്ട്. ഈ ലേക്ക് ഏതായിരുന്നു? ചാർലറ്റ് ലേക്ക്. അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് പാവ് ബജി മേടിച്ചു. വേണ്ടോ? ഗംഭീരമാണോ? ഭയങ്കര റേറ്റ് ആണോ അല്ലേ? മധുരം വരുന്നവർ ശ്രദ്ധിക്കുക. ഈ വരുന്ന വഴിക്കൊക്കെ സീസൺ അല്ലാത്തതുകൊണ്ട് കട ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കയ്യിൽ കരുതിയ കൊള്ളാം. അതെ. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഈ മാഥേരനിലുള്ള എല്ലാ ആൾക്കാരും ആശ്രയിക്കുന്ന, വെള്ളത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒരു ലേക്കിൻ്റെ ഇടയ്ക്കാണ് വന്നത്. ചാർലേറ്റ് ലേക്ക്. ഭയങ്കര വലിയ വ്യൂ ഒന്നുമല്ല, പക്ഷെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ലേ? അതെ, ശാന്തതയൊക്കെ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഇതിന് സമീപത്ത് കുറച്ച് ഹോട്ടലുകളുണ്ട്. നമ്മൾ വലിയ അതായത് അലക്സാണ്ടർ പോയിന്റിൽ നിന്നൊക്കെ നടന്നു വരുമ്പോൾ അത്യാവശ്യം ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. റേറ്റ് ഉണ്ട്, കാരണം ഇവിടെ വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് അല്ലേ? ഇത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ് കിട്ടുമെന്ന് പറഞ്ഞ്? 4 പോയിന്റ് അല്ലേ? ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങിയ. ഓക്കെ. ഏതൊക്കെയത്? ഹണിമൂൺ പോയിന്റ്. സൺസെറ്റ് പോയിന്റ് കിട്ടുമോ? അത് മാർക്കറ്റ് പോയിട്ട് ഇനി അവിടുന്ന് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. എക്കോ പോയിന്റ് 400 മീറ്റർ ഉണ്ട്.